എത്ര മറച്ചു വെക്കാൻ കഴിയുമോ അത്രയും മറച്ചു വെച്ച് ആരെങ്കിലും ഇത് കൊണ്ടുവരുന്നത് മാത്രം സമ്മതിച്ചാൽ മതി എന്നുള്ള നിലയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഖത്തറിലും ഇദ്ദേഹത്തിന് പോളിക്ലിനിക്ക്, ഫാർമസി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പാർട്ട്ണർഷിപ്പുണ്ട് എന്നുള്ള വിവരം അവിടെ നിന്നുള്ള ചില സുഹൃത്തുക്കൾ വിളിച്ചു പറയുകയുണ്ടായി. അതിൻ്റെ തെളിവുകൾ അവർ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ പറഞ്ഞ ഒരു കാര്യത്തിനും ശ്രീ പി കെ ഫിറോസ് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. മറുപടി പറയാതെ അദ്ദേഹത്തിന് യൂത്ത് ലീഗിൻ്റെ ഭാരവാഹി എന്നുള്ള നിലയിൽ നിൽക്കാൻ യാതൊരു അവകാശവും ഇല്ല. അദ്ദേഹം ധനസമ്പാദനം നടത്തിയത് 2 കാര്യങ്ങളിലൂടെയാണ് എന്ന് ഞാൻ ആക്ഷേപിച്ചിരുന്നു. ഒന്ന്, കത്തുവ ഉന്നോവ ഫണ്ട്. അവിടെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി അവരുടെ കുടുംബത്തെ രക്ഷിക്കാനെന്ന വ്യാജേന, അവർക്ക് കേസ് നടത്താനെന്ന വ്യാജേന സ്വരൂപിച്ച ഫണ്ട്, ആ ഫണ്ട് മുക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യൂത്ത് ലീഗ് സാധാരണഗതിയിൽ ഇതുപോലെ വളരെ വൈകാരികമായ ഒരു പ്രശ്നം ഉയർത്തിപ്പിടിച്ച് ഒരു ഫണ്ട് റൈസിങ്ങിന് മുന്നോട്ട് വന്നാൽ കോടിക്കണക്കിന് രൂപ കിട്ടും. പക്ഷേ പിരിച്ച പൈസ നേരിട്ട് വാങ്ങി ബാങ്കുകളിലൂടെ അതയക്കാതിരിക്കാൻ പ്രത്യേകം നിർദ്ദേശം നൽകി കോടികൾ പിരിച്ചെടുത്തു. ആ പിരിച്ചെടുത്ത പണത്തിൻ്റെ കണക്ക് ഇതുവരെ അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റിയിലോ യൂത്ത് ലീഗിന് പുറത്തോ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ യൂത്ത് ലീഗ് ഒരു ധോത്തി ചാലഞ്ച് നടത്തുകയുണ്ടായി. ആ ധോത്തി ചാലഞ്ചിൽ 2,72,000 തുണികൾ വിറ്റഴിക്കപ്പെട്ടു. രാംരാജ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ 2,72,000 തുണികൾ കൊടുത്തത്, അല്ലെങ്കിൽ അവരിൽ നിന്നാണ് വാങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാംരാജിൽ നിന്ന് എത്ര രൂപ വിലക്കാണ് ഈ തുണി വാങ്ങിയിട്ടുള്ളത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ ആ ബില്ല് കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിനെ സംബന്ധിച്ച് ഇന്ന് വരെ അദ്ദേഹം ഉച്ചരിച്ചിട്ടില്ല. കള്ളത്തരം അവിടെയും നടന്നിട്ടുണ്ട്. 2,72,000 തുണികളിൽ 100 രൂപ വ്യത്യാസം വന്നാൽ തന്നെ 2,72,00,000 രൂപയായി. അപ്പം 200 രൂപ വ്യത്യാസം വന്നാൽ 5.5 കോടിയിലധികം രൂപ അവിടെ മുക്കാൻ വേണ്ടി സാധിക്കും. 200 രൂപ പോലും അവർ കൊടുത്ത തുണിക്കില്ല എന്ന് അത് വാങ്ങിയിട്ടുള്ള പ്രവർത്തകന്മാരാണ് പറഞ്ഞത്. അതിന് ഫിറോസിന് എന്താണ് പറയാനുള്ളത്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാനൊരു തുണി ചൂണ്ടിക്കാണിച്ചിരുന്നു, ഉയർത്തി കാണിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് തുണി പൊക്കി കാണിക്കുന്ന ഏർപ്പാടാണ് ഇപ്പോൾ മൂപ്പര് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. തുണി പൊക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കൊന്നുമില്ല. അതാർക്കാണ് എന്ന് കേരള നിയമസഭയുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഒരേ ഒരു നേതാവേ, മുസ്ലിം ലീഗിൻ്റെ നേതാവ് മാത്രമേ തുണി പൊക്കിക്കാണിച്ചിട്ടുള്ളൂ എതിർപക്ഷത്തിരിക്കുന്ന ആളുകളോട്. ആ ആൾ ആരാണ് എന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം. 3 കൊല്ലം ആ തുണി നിന്നില്ലേ? അത് തന്നെ ആ തുണിയുടെ ഡ്യൂറബിലിറ്റി വളരെ ലാസ്റ്റിംഗ് ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ തെളിവല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഒരൊറ്റ ഉടുക്കലുടുത്ത് അലക്കി തേച്ച് വെച്ച മുണ്ടാണത്. പിന്നെ രണ്ടാമതൊന്നും ഉടുക്കേണ്ടി വന്നിട്ടില്ല. അത്രയും മോശമായിരുന്നു ആ തുണി. എത്ര രൂപക്കാണ് രാംരാജിൽ നിന്ന് അവർ തുണി വാങ്ങിയത്? GST ബിൽ ഉൾപ്പെടെ രാംരാജിൽ നിന്ന് അവർ വാങ്ങിയത് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയത് അവർ നാട്ടിലെ ജനങ്ങളെ കാണിക്കണം. 2,72,000 ധോത്തി എന്നുള്ളത് അവർ തന്നെ പ്രഖ്യാപിച്ചതാണ്. രാംരാജ് കമ്പനിയെപ്പോലും സംശയത്തിൻ്റെ മുനയിൽ നിർത്തിയാണ് യൂത്ത് ലീഗ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും പറഞ്ഞ കാര്യങ്ങൾക്ക് യാതൊരു മറുപടിയുമില്ല. അതിന് മറുപടി പറയേണ്ടി വരും, ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടണം എന്നുള്ള നിലയിലാണ് 5-6 കൊല്ലം മുമ്പുള്ള
ഒരു കാര്യവുമായി രംഗത്ത് വരുന്നത്. പാടിപ്പതിഞ്ഞത് കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയം ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ തിരൂരിൻ്റെ MLA ശ്രീ സി മമ്മൂട്ടി കൊണ്ടുവന്നതാണ്. അന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ അതിന് വ്യക്തമായിട്ട് സഭയിൽ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. ആ കാര്യമാണിപ്പോൾ വലിയൊരു ആനക്കാര്യം എന്നുള്ള നിലക്ക് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവ് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അത് ഏറ്റെടുക്കാത്തത്? മലയാള സർവകലാശാലക്ക് ഭൂമി വാങ്ങിയതിൽ വല്ല അഴിമതിയും നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഉന്നയിക്കേണ്ടതും അത് എടുത്ത് സമൂഹമധ്യത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടതും പറയേണ്ടതും തിരൂരിനെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ MLA അല്ലേ?